സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഒരു ഭാഗത്ത് ഗാസയെ ഒഴിപ്പിക്കാൻ പുതിയ കുടില തന്ത്രവുമായി നെതന്യാഹുവും ട്രംപും, മറുഭാഗത്ത് ഇറാൻ സൗദി നിർണായക കൂടിക്കാഴ്ച. പശ്ചിമേഷ്യയിൽ പുതിയ സാഹചര്യങ്ങളാണ് ഉരുണ്ടുകൂടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗാസയെ ഒഴിപ്പിക്കുക, അതാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപിത നയം. ഈ ലക്ഷ്യത്തെ മുൻനിർത്തി തന്നെയാണ് നെതന്യാഹുവും സംഘവും പല ഗൂഢതന്ത്രങ്ങളും പ്രയോഗിക്കുന്നത് എന്ന് ഓരോ ദിവസവും വെളിപ്പെടുകയാണ്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലും ഗാസയെ ഒഴിപ്പിക്കുക എന്ന കാര്യം ചർച്ചയായി. മാത്രമല്ല, ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പുതിയ നീക്കങ്ങളും ഗാസയ്ക്ക് മേലുള്ള നിർബന്ധിത ഒഴിപ്പിക്കൽ പദ്ധതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഈ നീക്കത്തെ ഒരുമിച്ച് ശക്തമായി എതിർക്കാൻ ഒരുങ്ങുകയാണ് ഇറാനും അറബ് ലോകവും. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ ഇറാൻ സൗദി കൂടിക്കാഴ്ച നടന്നത് അത്രത്തോളം നിർണായകവുമാണ്. ഗാസയെ മുൻനിർത്തിയുള്ള ട്രംപ് നെതന്യാഹു സംഘത്തിന്റെ നീക്കങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല. അങ്ങനെ പറയാൻ പല ശക്തമായ കാരണങ്ങളുമുണ്ട്. അതിലേക്ക് കടക്കും മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുതിയ നീക്കമെന്ന് പരിശോധിച്ച് ഈ വീഡിയോയിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. ഗാസയിലെ ജനങ്ങൾക്കായി മാനുഷിക നഗരം സൃഷ്ടിച്ച് അവരെ മുഴുവൻ അവിടേക്ക് മാറ്റുമെന്നാണ് ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. ഈ മാനുഷിക നഗരം സൃഷ്ടിക്കുന്നത് എവിടെയാണ്? ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റഫേലാണ് മാനുഷിക നഗരം എന്ന മനോഹരമായ പേരിൽ ക്യാമ്പ് നിർമ്മിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നത്. ഇതിനു വേണ്ടിയുള്ള ഉത്തരവ് കാറ്റ്സ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നൽകിയെന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള ഹാരറ്ററ്റ്സ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുന്ന ക്യാമ്പിലേക്ക് എത്തിയാൽ പിന്നെ തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ആദ്യഘട്ടത്തിൽ അൽ മവാസി എന്ന പ്രദേശത്തുള്ള 6 ലക്ഷം പലസ്തീനികളെ ഒഴിപ്പിക്കുമെന്നാണ് കാറ്റ്സ് പറഞ്ഞതായി ഹാരറ്ററ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഗാസയിൽ ആകെയുള്ള 23 ലക്ഷം ജനങ്ങളെയും ഇവിടേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിനുള്ളത്. പിന്നീട് സൗകര്യപൂർവ്വം പലസ്തീനികളെ ഇവിടെ നിന്നും തുരത്താമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ മനസ്സിലിരിപ്പ്. അല്ലെങ്കിൽ ക്യാമ്പിൽ ബോംബിട്ട് മനുഷ്യരെ കൊല്ലാം. ഭക്ഷണം തേടിയെത്തുന്ന മനുഷ്യരെ കൊല്ലുന്ന ക്രൂരത കാണിക്കുന്ന ഇസ്രായേൽ അതല്ല, അതിനപ്പുറവും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും കാറ്റ്സിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. മനുഷ്യത്വത്തിനെതിരായ ക്രൂരതയുടെ രൂപരേഖ എന്നാണ് ഈ പദ്ധതിയെ നിയമവിദഗ്ധർ ഉൾപ്പെടെ വിമർശിച്ചിരിക്കുന്നത്. ഗാസയിൽ വംശീയ നിർമ്മാർജ്ജനം നടപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് അക്സ ഇമാം ഷെയ്ഖ് ഇക്രിമ സാബ്രിയും ഇസ്രായേൽ പാർലമെന്റിലെ ബലത് പാർട്ടി അംഗം സമി അബു ഷഹാദയും പറയുന്നത്. നമുക്കറിയാം, 2ാം തവണ അധികാരത്തിൽ വന്നതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പറഞ്ഞ കാര്യമാണ് പലസ്തീനികളെ ഒഴിപ്പിച്ച് ഗാസയെ പുനർനിർമ്മിക്കുക എന്നത്. തകർന്നു കിടക്കുന്ന ഗാസയെ റിവിയേര ഓഫ് ദി മിഡിൽ ഈസ്റ്റ് ആക്കുമെന്നാണ് ട്രംപ് വാഗ്ദാനം ചെയ്യുന്നത്. അതായത് മിഡിൽ ഈസ്റ്റിലെ സ്വർഗമാക്കുമെന്നർത്ഥം. ഗാസയിലെ 20 ലക്ഷം ജനങ്ങളെ ഈജിപ്റ്റ്, ജോർദാൻ, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക. എന്നിട്ട് അമേരിക്കയുടെ ദീർഘകാല ഉടമസ്ഥതയിൽ ഗാസയെ പുനർനിർമ്മിക്കുക എന്ന ആശയമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ, ഭൂമിശാസ്ത്രപരമായി ഏറെ സവിശേഷതയുള്ള, ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള, തന്ത്രപ്രധാന മുനമ്പായ ഗാസയെ പതുക്കെ അങ്ങ് സ്വന്തമാക്കുക. അത് തന്നെയാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം ഒളിഞ്ഞും തെളിഞ്ഞും പലതവണ ട്രംപിന്റെ വാക്കുകളിൽ വന്നു. അന്നു മുതൽ നെതന്യാഹുവും ആ സ്വപ്നത്തിലാണ്. അത് ലക്ഷ്യമിട്ട് തന്നെയാണ് നെതന്യാഹു ഗാസയിലെ നിരായുധരായ ജനങ്ങളെ ഹമാസിന്റെ പേരിൽ കശാപ്പ് ചെയ്യുന്നത്, അവരുടെ ആശുപത്രികൾ തകർക്കുന്നത്, ആഹാരം കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. അങ്ങനെ കൊന്നൊടുക്കിയും പേടിപ്പിച്ചും ഗാസയിലെ പലസ്തീനികളെ ഇസ്രായേലിന്റെ ലക്ഷ്യത്തിന് പ്രേരിപ്പിക്കുക എന്ന തന്ത്രമാണ് നേരിട്ട് ഇസ്രായേലും ഒളിഞ്ഞിരുന്ന് ട്രംപും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിനും നെതന്യാഹുവിനും ഗാസയിലുള്ളത് ബിസിനസ് താല്പര്യങ്ങളാണ്. ടൂറിസം കേന്ദ്രവും വലിയ തുറമുഖവും ഒക്കെയാണ് മനസ്സിലുള്ള അടങ്ങാത്ത ആഗ്രഹങ്ങൾ. അതിനുവേണ്ടിയാണ് മതപരവും വംശീയപരവുമായി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മണ്ണിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പലസ്തീനികളെ കൊല്ലുന്നത്. ഗാസയിലെ വെടിനിർത്തൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ട്രംപ് നെതന്യാഹു ചർച്ചയിലും അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ ചർച്ചയായെന്നാണ് റോയിറ്റേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന് എന്നേക്കുമുള്ള സുരക്ഷയ്ക്കായി ഗാസയെ ഒഴിപ്പിക്കണം എന്നതാണ് നെതന്യാഹു പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആരെയും നിർബന്ധിപ്പിച്ച് ഒഴിപ്പിക്കില്ല, സമ്മതമാണെങ്കിൽ അവരെ നല്ലൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതായത് നെതന്യാഹുവിന്റെ പ്രതിരോധ മന്ത്രി ഗാസയിലെ ജനങ്ങളെ റഫേലേക്ക് മാറ്റാൻ പദ്ധതിയിടുന്നു. ഗാസ തന്നെ ഒഴിപ്പിക്കാൻ നെതന്യാഹു അമേരിക്കയിലിരുന്ന് പദ്ധതിയിടുന്നു. ലക്ഷ്യം വ്യക്തമാണ്. പക്ഷേ ഇവരുടെ ആഗ്രഹം അങ്ങനെ തന്നെ അങ്ങ് അവശേഷിക്കാൻ തന്നെയാണ് സാധ്യത. ഗാസയുടെ വേദനയ്ക്കൊപ്പം എന്നും നിലപാടെടുക്കുന്ന ഇറാൻ പശ്ചിമേഷ്യയിൽ ശക്തി ആർജിച്ചതാണ് ട്രംപിനും നെതന്യാഹുവിനും വിനയായിട്ടുള്ളത്. ഗാസയിലെ ലക്ഷ്യം എളുപ്പമാക്കാൻ, ഇറാന് ഒതുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് അവർക്കെതിരെ നടന്ന ആക്രമണം. അതിന് കാരണമായി ആണവ ഭീഷണി എന്ന് പറഞ്ഞുവെന്ന് മാത്രം.
ആദ്യം ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തകർക്കുക, പിന്നീട് ഇറാനെ ആക്രമിക്കുക എന്നതായിരുന്നു നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും ലക്ഷ്യം. പ്രതിരോധത്തിന്റെ അച്ചുതണ്ടുകളിൽ പ്രമുഖരായ ഹമാസിനെയും ഹിസ്ബുള്ളയും ദുർബലപ്പെടുത്താൻ കഴിഞ്ഞതോടെ നെതന്യാഹുവിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ആ ആത്മവിശ്വാസത്തോടെയാണ് ഇറാനെ ആക്രമിച്ചത്. പക്ഷെ അത് പാളി. ഇസ്രയേലിന്റെ ആക്രമണത്തിന് ആയുധപരമായും തന്ത്രപരമായും തിരിച്ചടിച്ച ഇറാൻ തങ്ങളുടെ ശക്തി എന്തെന്ന് തെളിയിച്ചു. പ്രോക്സി സംഘടനകളല്ല തങ്ങളെന്നും അവർ ഇസ്രയേലിന് കാണിച്ചു കൊടുത്തു. റഷ്യയും ചൈനയും കരുത്തോടെ പിന്നിൽ അണിനിരന്നതും ഇറാന് നേട്ടമായി. മാത്രമല്ല, നയതന്ത്ര നീക്കങ്ങളിലൂടെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ആർജിക്കാനും ഇറാന് കഴിഞ്ഞു. ബ്രിക്സ് ഉച്ചകോടി ഇസ്രയേൽ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞത് ഇറാന്റെ നയതന്ത്ര വിജയവുമായി. ഇപ്പോൾ നടക്കുന്നത് അതിനേക്കാൾ നിർണായകമായ നീക്കമാണ്: ഇറാൻ സൗദി ചർച്ച. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും സൗദി കിരീടാവകാശി സൽമാൻ രാജകുമാരനും തമ്മിലാണ് കൂടിക്കാഴ്ച നടന്നത്. ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ സൗദി നൽകിയ പിന്തുണയിൽ അബ്ബാസ് അരാക്ചി സൽമാൻ രാജകുമാരനെ നന്ദി അറിയിച്ചു. ഒപ്പം ഗാസ വിഷയവും ഇരുവരും ചർച്ച ചെയ്തു. ഇസ്രയേലിന്റെ പുതിയ നീക്കങ്ങളും ചർച്ചയായി എന്ന് തന്നെയാണ് വ്യക്തമായ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന സൂചന. ഗാസയ്ക്കായി ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത അബ്ബാസ് അരാക്ചിയും സൽമാൻ രാജകുമാരനും വിലയിരുത്തി. ഈ വിഷയത്തിൽ അറബ് ലോകത്തിന്റെ പിന്തുണയ്ക്കായി വേണ്ടത് ചെയ്യാമെന്ന് സൽമാൻ രാജകുമാരൻ ഉറപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ട്. ട്രംപ് ഗാസ ഒഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ശക്തമായ എതിർപ്പുമായി അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. ജോർദാനും ഈജിപ്തും സൗദിയും കൃത്യമായ നിലപാട് അമേരിക്കയെ അറിയിച്ചു. മാത്രമല്ല, അറബ് ലീഗും അമേരിക്കൻ നീക്കത്തെ തള്ളിപ്പറഞ്ഞു. തങ്ങളുടെ പ്രതിഷേധം ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിലും അറബ് നേതാക്കൾ അറിയിച്ചു എന്നാണ് സൂചന. അതുകൊണ്ടാണ് പിന്നീട് ട്രംപ് ഇക്കാര്യം പരസ്യമായി പറയാതിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഇറാൻ മേഖലയിൽ ശക്തി ആർജിച്ചതും സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതും ഇതിന് പിന്നിൽ റഷ്യൻ കണക്ഷൻ ഉള്ളതുമെല്ലാം ട്രംപിനെ പിന്തിരിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടാതെ ഇറാൻ ഇസ്രയേൽ സംഘർഷ സമയത്ത് ജോർദാനും ഈജിപ്തും ഇറാനോട് കൂടുതൽ അടുപ്പം കാണിച്ച സാഹചര്യവും അവിടെ നിലവിലുണ്ട്. അതിനൊപ്പം സൗദിയും എത്തുന്നത് ട്രംപിനെ മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ട്. ഇറാനും അറബ് രാജ്യങ്ങളും ഗാസ വിഷയത്തിൽ കൂടുതൽ അടുത്താൽ അത് അമേരിക്കയ്ക്കും ട്രംപിന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കും കടുത്ത തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗാസയിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കൊണ്ടുവന്ന് ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നത്. ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള അബ്രഹാം അക്കോർഡ്സിൽ സൗദിയെ കൂടി ഉൾപ്പെടുത്തിയുള്ള വിപുലീകരണത്തിന് വേണ്ടി തന്നെയാണ് ട്രംപ് ഗാസ വെടിനിർത്തൽ എന്ന തന്ത്രം എടുത്ത് പയറ്റുന്നത്. എന്തായാലും അറബ് ലോകത്തിനൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഗാസ ഒഴിപ്പിക്കലിനെതിരെ നിലപാടെടുക്കുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇക്കാര്യം പരസ്യമായി പറഞ്ഞ നേതാവുമാണ്. ഒപ്പം സ്പെയിനും നെതർലൻഡ്സുമെല്ലാം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന നടപടികളെ ശക്തമായി എതിർക്കുന്നവരുമാണ്. കൂടാതെ റഷ്യയും ചൈനയും ഇറാനൊപ്പം നിലപാട് എടുക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കുടിലതന്ത്രം ഗാസ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ നടപ്പാകില്ലെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ബിസിനസ് പരവും നയതന്ത്രപരവുമായ എതിർപ്പുകളെ മറികടക്കേണ്ടി വരും. ഒപ്പം ഇറാനെയും മറികടക്കേണ്ടി വരും. അതിന് നിലവിലത്തെ സാഹചര്യത്തിൽ ട്രംപിനോ നെതന്യാഹുവിനോ കഴിയില്ല. അതുകൊണ്ടാണ് പുതിയ നീക്കം എന്നുള്ള നിലയിൽ റാഫേലേക്ക് ഗാസയിലെ ജനങ്ങളെ കൊണ്ടുപോകാനുള്ള നീക്കം ഇസ്രായേൽ കാറ്റ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. എന്താകുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമന്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.